ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്പോർട്സ് അറീന. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ ഗെയിം വീക്ക് 11 മത്സരങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഗെയിം വീക്ക് 12ലേക്ക് പോവുകയാണ്. ഗെയിം വീക്ക് 12ന്റെ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് ഈ വരുന്ന വെള്ളിയാഴ്ച രാത്രി 12 മണിയാണ്. തീർച്ചയായും ഡെഡ് ലൈനിന് മുന്നേ തന്നെ എല്ലാ മാനേജേഴ്സും ട്രാൻസ്ഫേഴ്സ് നടത്താനുണ്ടെങ്കിൽ നടത്തുക. അതുപോലെ പ്ലേയിങ് 11 സെറ്റ് ചെയ്യുക. എന്തായാലും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഗെയിം വീക്ക് 11ന് ശേഷം യുഎഫ ചാമ്പ്യൻസ് ലീഗിന്റെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. UCL-ൽ ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്നും നോക്കൌട്ട് റൗണ്ടിലേക്ക് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലും 3 ടീമുകളാണ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചില്ല. ഗ്രൂപ്പിൽ 3ാം സ്ഥാനക്കാരായാണ് യുണൈറ്റഡ് ഫിനിഷ് ചെയ്തത്. എന്നാൽ മാഞ്ചസ്റ്റർ സിറ്റി, ചെൽസി, ലിവർപൂൾ എന്നീ 3 ടീമുകളും ഗ്രൂപ്പിലെ ടോപ്പേഴ്സ് ആയിട്ടാണ് UCL-ന്റെ നോക്കൌട്ട് റൗണ്ടിലേക്ക് കടന്നിരിക്കുന്നത്. എന്തായാലും നമ്മൾ ഗെയിം വീക്ക് 12ലേക്ക് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ഗെയിം വീക്ക് 11ന്റെ റിസൾട്ടിലേക്ക് നമുക്കൊന്ന് പോകാം. അതുപോലെ ഗെയിം വീക്ക് 11ലെ കിങ് ഓഫ് ദ ഗെയിം വീക്ക് ഒന്ന് നോക്കാം. അതുപോലെ ഗെയിം വീക്ക് 11 കഴിയുമ്പോൾ ഇതുവരെ ടോട്ടലായി നേടിയിട്ടുള്ള കിങ് ഓഫ് ദ സീസൺ നമുക്കൊന്ന് പരിചയപ്പെടാം. അതുപോലെ ഗെയിം വീക്ക് 12ലേക്ക് പോകുമ്പോൾ ഫിക്സേഴ്സ്, ഈസിനെസ്സും ഡിഫിക്കൽറ്റിയും നമുക്ക് നോക്കാം. അതുപോലെ ഡിഫറൻഷ്യൽ ആയിട്ടുള്ള പ്ലേയേഴ്സിനെ ഒന്ന് പരിചയപ്പെടാം. അതുപോലെ ഇൻജോർഡ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെയും ട്രാൻസ്ഫർ ഇന്നും ട്രാൻസ്ഫർ ഔട്ടും നടന്നിട്ടുള്ള കാര്യങ്ങളും നമുക്ക് വിശദമായി തന്നെ ഈ വീഡിയോയിൽ നോക്കാം. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗും FPL-ഉം ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ ഈ വീഡിയോയുടെ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ വീഡിയോയിൽ ബെൽ ബട്ടൺ കൂടി നിൽക്കുക വരും വീഡിയോസ് കാണുന്നതിന് വേണ്ടി. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായി നമുക്ക് ഗെയിം വീക്ക് 11ന്റെ റിസൾട്ട് ഒന്ന് നോക്കാം. ഗെയിം വീക്ക് 11ൽ എവർട്ടൺ ബേൺലി മത്സരം സമനിലയിൽ അവസാനിച്ചു. കാൽവേർട്ട് ലെവിൻ സ്കോർ ചെയ്തു. ഫുള്ളം മാഞ്ചസ്റ്റർ സിറ്റി മത്സരത്തിൽ സിറ്റി 2 ഗോളിന് ഫുള്ളമിനെ പരാജയപ്പെടുത്തി. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വെസ്റ്റ് ഹാമിനെ 3 ഗോളിന് പരാജയപ്പെടുത്തി. അതുപോലെ ചെൽസിയും ലീഡ്സ് യുണൈറ്റഡിനെതിരെ മികച്ച വിജയം കരസ്ഥമാക്കി. ക്രിസ്റ്റൽ പാലസ് സാഹയുടെ മികച്ച പെർഫോമൻസിൽ വെസ്റ്റ് ബ്രോമിനെ 5 ഗോളിനാണ് പരാജയപ്പെടുത്തിയത്. ലെസ്റ്ററും വാർഡിയുടെ അവസാന ബോളിൽ വിജയിച്ചു. ആർസണൽ സ്പേഴ്സ് മത്സരമായിരുന്നു ഒരു പ്രധാനമായ മത്സരം. ആ മത്സരത്തിൽ സ്പേഴ്സ് 2 ഗോളിന് ആർസണലിനെ പരാജയപ്പെടുത്തി. ഹാരി കെയ്നും സോണും മികച്ച പെർഫോമൻസ് സ്പേഴ്സിന് വേണ്ടി കാഴ്ചവെച്ചു. ലിവർപൂളും വോൾസിനെ 4 ഗോളിന് പരാജയപ്പെടുത്തി. സതാംപ്ടൺ ബ്രൈറ്റനെയും ഒരു 1-2 സ്കോറിന് പരാജയപ്പെടുത്തി. സതാംപ്ടന് വേണ്ടി ഡാനി ഇൻസ് സബ്സ്റ്റിറ്റ്യൂട്ടായി ഇറങ്ങുകയും ഗോൾ സ്കോർ ചെയ്യുകയും ചെയ്തു. അടുത്തതായി നമുക്ക് ഗെയിം വീക്ക് 11ന്റെ കിങ് ഓഫ് ദ ഗെയിം വീക്ക് നോക്കാം. ഗെയിം വീക്ക് 11ൽ ഏറ്റവും അധികം പോയിന്റുകൾ നേടി കിങ് ഓഫ് ദ ഗെയിം വീക്ക് ആയിരിക്കുന്നത് ക്രിസ്റ്റൽ പാലസ് താരമായ സാഹയാണ്. ഇന്ന് നമ്മൾ ഗോൾ കീപ്പറിലേക്ക് പോവുകയാണെങ്കിൽ ലിവർപൂൾ താരമായ കെല്ലഹർ 7 പോയിന്റോടെ കിങ് ഓഫ് ദ ഗോൾ കീപ്പർ ആയി. നമ്മൾ ഡിഫൻസിലേക്ക് പോവുകയാണെങ്കിൽ മാറ്റിക് 14, വെസ്റ്റർഗാർഡ് 9, സൂമ 8 എന്നിങ്ങനെയാണ് പോയിന്റുകൾ നേടിയിരിക്കുന്നത്. നമ്മൾ മിഡ്ഫീൽഡിലേക്ക് പോവുകയാണെങ്കിൽ സാഹ 18, ഡിബ്രൂണെ 14, സല 14, സോൾ 13, സ്റ്റെർലിംഗ് 13 എന്നിങ്ങനെയാണ് പോയിന്റുകൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇനി ഫോർവേഡ്സിലേക്ക് പോവുകയാണെങ്കിൽ ബെൻഡേക്ക് 13, ഹാരി കെയ്ൻ 12 എന്നിങ്ങനെയാണ് പോയിന്റുകൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് കിങ് ഓഫ് ദ സീസൺ ഒന്ന് നോക്കാം. കിങ് ഓഫ് ദ സീസൺ നോക്കുമ്പോൾ ഗോൾ കീപ്പർമാരിൽ ഫാബിയാൻസ്കി 55 പോയിന്റുകൾ സ്വന്തമാക്കി. ഡിഫൻസിലേക്ക് പോവുകയാണെങ്കിൽ സൂമ 67, ചിൽവെൽ 58, വെസ്റ്റർഗാർഡ് 52 എന്നിങ്ങനെയാണ് പോയിന്റുകൾ സ്വന്തമാക്കിയിരിക്കുന്നത്. മിഡ്ഫീൽഡിലേക്ക് പോവുകയാണെങ്കിൽ സോൺ 100 പോയിന്റുകൾ സ്വന്തമാക്കി. സല 87, ബ്രൂണോ ഫെർണാണ്ടസ് 80, സാഹ 72 എന്നിങ്ങനെയാണ് പോയിന്റുകൾ സ്വന്തമാക്കിയിരിക്കുന്നത്. നമ്മൾ ഫോർവേഡ്സിലേക്ക് പോവുകയാണെങ്കിൽ ഹാരി കെയ്ൻ 98, കാൽവേർട്ട് ലെവിൻ 78, വാർഡി 74 എന്നിങ്ങനെയാണ് ഫോർവേഡ്സിൽ പോയിന്റുകൾ സ്വന്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഗെയിം വീക്ക് 12ലേക്ക് പോവുകയാണ്. ഗെയിം വീക്ക് 12ൽ എല്ലാ ടീമുകൾക്കും തന്നെ മത്സരങ്ങൾ ഉണ്ടായിരിക്കും. ഗെയിം വീക്ക് 12ലെ പ്രധാനപ്പെട്ട ഒരു മത്സരം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാഞ്ചസ്റ്റർ സിറ്റി മത്സരങ്ങളാണ്. തീർച്ചയായും വളരെ മികച്ച ഒരു പോരാട്ടമായിരിക്കും ഇരു ടീമുകളും തമ്മിൽ നടക്കുന്നത്. അതുപോലെ തന്നെ ചെൽസി ഗെയിം വീക്ക് 12ൽ നേരിടുന്നത് എവർട്ടനെ ആയിരിക്കും. തീർച്ചയായും ഈ മത്സരവും മികച്ചൊരു മത്സരമായിരിക്കും. അതുപോലെ വോൾസ് ആസ്റ്റൺ വില്ല പോരാട്ടവും ഗെയിം വീക്ക് 12ൽ ഉണ്ടാകും. അതുപോലെ സതാംപ്ടൺ ഷെഫീൽഡ് യുണൈറ്റഡിനെയാണ് ഗെയിം വീക്ക് 12ൽ നേരിടുന്നത്. സ്പേഴ്സ് നേരിടുന്നത് ക്രിസ്റ്റൽ പാലസിനെ ആയിരിക്കും. അതുപോലെ ലിവർപൂൾ ഫുള്ളമിനെ ആയിരിക്കും ഗെയിം വീക്ക് 12ൽ നേരിടുന്നത്. ആർസണൽ ബേൺലിയെയും ലെസ്റ്റർ ബ്രൈറ്റനെ ആയിരിക്കും ഗെയിം വീക്ക് 12ൽ നേരിടുന്നത്. ഇനി നമുക്ക് ഗെയിം വീക്ക് 12ന്റെ ഫിക്സ്ചർ ഈസിനെസ്സും ഡിഫിക്കൽറ്റിയും ഒന്ന് നോക്കാം. ഫിക്സ്ചർ ഈസിനെസ്സും ഡിഫിക്കൽറ്റിയിലേക്ക് പോകുമ്പോൾ ഗെയിം വീക്ക് 12ൽ ആർസണലിനെ സംബന്ധിച്ചിടത്തോളം ഈസി ആയിട്ടുള്ള ഫിക്സ്ചർ ആണ്. ബേൺലിയാണ് എതിരാളികൾ. അതുപോലെ തന്നെ ലെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഈസി ആയിട്ടുള്ള ഫിക്സ്ചർ ആണ്. ബ്രൈറ്റൺ ആയിരിക്കും എതിരാളികൾ. അതുപോലെ ലിവർപൂളിന് ഫുള്ളം ആയതുകൊണ്ട് മികച്ച രീതിയിൽ കളിക്കാൻ കഴിയുമെന്ന് നമുക്ക് കരുതാം. ന്യൂകാസിലിനെ സംബന്ധിച്ചിടത്തോളം ഗെയിം വീക്ക് 12 ഈസി ആയിട്ടുള്ള ഫിക്സ്ചർ ആണ്. വെസ്റ്റ് ബ്രോം ആണ് എതിരാളികൾ. സതാംപ്ടനെ സംബന്ധിച്ചിടത്തോളം ഷെഫീൽഡ് ആയിരുന്നാൽ ഈസി ആയിട്ടുള്ള ഫിക്സ്ചേഴ്സ് ആയിരിക്കും.
തീർച്ചയായും ഈ ടീമുകളിൽ നിന്ന് പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ ചൂസ് ചെയ്യുന്നത് വളരെ മികച്ച തീരുമാനമായിരിക്കും. ഇനി നമുക്ക് ഫിക്സഡ് ഡിഫിക്കൽറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ ബ്രൈറ്റൺ, ലെയ്സ്റ്റർ എതിരാളികളായതിനാൽ ടഫായിട്ടുള്ള ഫിക്സേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ ക്രിസ്റ്റൽ പാലസിന് സ്പേഴ്സ് എതിരാളികളായതിനാൽ അല്പം ടഫായിരിക്കും. എവർട്ടണിന് ചെൽസിയാണ് എതിരാളികൾ, തീർച്ചയായും അതും എവർട്ടനെ സംബന്ധിച്ച് ടഫായിരിക്കും. ഫുള്ളം തീർച്ചയായും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഫിക്സറാണ്. ലിവർപൂൾ ആണ് എതിരാളികൾ. അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, സിറ്റി തമ്മിലാണ് പോരാട്ടം നടക്കുന്നത്. ഇരുവർക്കും അല്പം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഫിക്സേഴ്സ് ആയിരിക്കും. ബാക്കി എല്ലാ ടീമുകൾക്കും തന്നെ ആവറേജ് ആയിട്ടുള്ള ഫിക്സേഴ്സ് ആയിരിക്കും ഗെയിം വീക്ക് 12 വരാനുള്ളത്. അടുത്തതായി നമുക്ക് ഗെയിം വീക്ക് 12 പോകുമ്പോൾ കുറച്ച് ഡിഫറൻഷ്യൽ പ്ലേയേഴ്സിനെ പരിചയപ്പെടാം. ആദ്യമായി ചെൽസി താരമായ ക്രിസ്ത്യൻ പുളിസിച്ച് ആണ്. അദ്ദേഹത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് 8.2 മില്യൺ ആണ്. ഇതുവരെ അദ്ദേഹം 15 പോയിന്റുകൾ സ്വന്തമാക്കി. മിഡ്ഫീൽഡ് പൊസിഷനിൽ കളിക്കുന്ന താരത്തിന്റെ ഇതുവരെ 2.2% മാനേജേഴ്സ് മാത്രമേ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. തീർച്ചയായും ചെൽസി താരമായ CH ഇഞ്ചൂർഡ് ആയതുകൊണ്ട് വരും ഗെയിം വീക്കുകളിൽ കളിക്കാനുള്ള സാധ്യത കുറവുകൂടി ആയതിനാൽ തീർച്ചയായും പുളിസിച്ച് പ്ലേയിങ് ലെവലിൽ ഇറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അദ്ദേഹം കുറച്ച് ഗെയിം വീക്കിൽ ഇഞ്ചൂർഡ് ആയതുകൊണ്ട് കളിച്ചിരുന്നില്ല. തീർച്ചയായും നല്ല ഫോമിൽ കളിച്ചുകൊണ്ടിരുന്ന താരമായതുകൊണ്ട് തന്നെ പുളിസിച്ചിനെ ടീമിൽ ഉൾപ്പെടുന്നത് നല്ലൊരു തീരുമാനമായിരിക്കും. അടുത്തതായി നമുക്ക് സെബാസ്റ്റ്യൻ ഹാളർ എന്ന വെസ്റ്റ് ഹാം താരത്തെ പരിചയപ്പെടാം. ഇദ്ദേഹത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് 6.1 മില്യൺ ആണ്. ഇതുവരെ അദ്ദേഹം 25 പോയിന്റുകൾ സ്വന്തമാക്കി. 0.4 മാനേജേഴ്സ് മാത്രമേ ഇതുവരെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള താരം. തീർച്ചയായും വെസ്റ്റ് ഹാം താരമായ അന്തോണിയോ ഇഞ്ചൂർഡ് ആയതുകൊണ്ട് തന്നെ തീർച്ചയായും പ്ലേയിങ് ലെവലിൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു താരം കൂടിയാണ് സെബാസ്റ്റ്യൻ ഹാളർ. അദ്ദേഹം കഴിഞ്ഞ 5 ഗെയിം വീക്കിൽ 4 ഗെയിം വീക്കുകളിലും പ്ലേയിങ് ലെവലിൽ ഇറങ്ങിയിരുന്നു. തീർച്ചയായും കഴിഞ്ഞ ഗെയിം വീക്കിൽ സ്കോർ ചെയ്യുകയും ചെയ്ത താരമായതിനാൽ തീർച്ചയായും നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും സെബാസ്റ്റ്യൻ ഹാളർ. അടുത്തതായി സതാംപ്ടൺ താരമായ ബെഡ്നാറക് ആണ്. തീർച്ചയായും അദ്ദേഹം മികച്ചൊരു പ്ലെയർ ആണ്. ഡിഫൻസ് പൊസിഷനിൽ കളിക്കുന്ന താരത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് 4.5 മില്യൺ ആണ്. ഇദ്ദേഹം ഇതുവരെ 41 പോയിന്റുകൾ സ്വന്തമാക്കി. 3.3% മാനേജേഴ്സ് മാത്രമേ അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. തീർച്ചയായും ഹോം മാച്ചുകളിൽ വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്ന താരമാണ് അദ്ദേഹം. കഴിഞ്ഞ 4 ഹോം മാച്ചുകളിൽ മികച്ച രീതിയിലാണ് സതാംപ്ടൺ വേണ്ടി പെർഫോം ചെയ്തത്. അടുത്തത് സതാംപ്ടനെ സംബന്ധിച്ചിടത്തോളം ഹോം മാച്ച് കൂടിയാണ്. ഷെഫീൽഡ് യുണൈറ്റഡ് ആണ് എതിരാളികൾ. തീർച്ചയായും ബെഡ്നാറക് നല്ല ഫോമിൽ കളിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുന്നത് നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. അടുത്തതായി ലെയ്സ്റ്റർ താരമായ പെരസ് ആണ്. അദ്ദേഹം മിഡ്ഫീൽഡ് പൊസിഷനിൽ കളിക്കുന്ന താരമാണ്. അദ്ദേഹത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് 6 മില്യൺ ആണ്. ഇതുവരെ 17 പോയിന്റുകളാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. 0.8% മാനേജേഴ്സ് മാത്രമേ അദ്ദേഹത്തെ ഇതുവരെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹം പ്ലേയിങ് ലെവലിൽ കളിക്കാൻ സാധ്യതയില്ലാത്ത ഒരു താരം കൂടിയാണ്. എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം ഒരു ഗോൾ സ്കോർ ചെയ്തു ലെയ്സ്റ്ററിന് വേണ്ടി. തീർച്ചയായും അതുകൊണ്ട് തന്നെ തീർച്ചയായും വരും മത്സരങ്ങളിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ടീമിൽ ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. അടുത്തതായി ചെൽസി ഫോർവേഡ് ആയ ഒലിവർ ജിറൂദ് ആണ്. തീർച്ചയായും ഫോർവേഡ് പൊസിഷനിൽ കളിക്കുന്ന താരം കഴിഞ്ഞ കുറെ ഗെയിം വീക്കുകളിലായി ഇറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടായിരുന്നു അദ്ദേഹം ഇറങ്ങിയിരുന്നത്, അല്ലെങ്കിൽ ഇറങ്ങാൻ തീരെയും കഴിയാത്ത ഒരു താരമായിരുന്നു. എന്നാൽ UCL-ലും കഴിഞ്ഞ ചെൽസി മത്സരത്തിലും അദ്ദേഹം ഇറങ്ങി മികച്ച രീതിയിലാണ് പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ഗെയിം വീക്കിൽ അദ്ദേഹം ചെൽസിക്ക് വേണ്ടി സ്കോർ ചെയ്തു. അദ്ദേഹത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് 6.7 മില്യൺ ആണ്. ഇതുവരെ 11 പോയിന്റുകൾ അദ്ദേഹം ചെൽസിക്ക് വേണ്ടി സ്വന്തമാക്കി. 1.2% മാനേജേഴ്സ് മാത്രമേ അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. തീർച്ചയായും മികച്ച രീതിയിൽ കളിക്കുന്നത് കൊണ്ട് തന്നെ ജിറൂദ് വരും മത്സരങ്ങളിൽ ചെൽസിയുടെ പ്ലേയിങ് ലെവൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ തീർച്ചയായും ജിറൂദിനെ ടീമിൽ ഉൾപ്പെടുത്തുന്നത് മികച്ചൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. അടുത്തത് നമുക്ക് ഗെയിം വീക്ക് 12 പോകുമ്പോൾ ഇഞ്ചുറിയാലും മറ്റു കാരണങ്ങളാലും കളിക്കാൻ സാധ്യതയില്ലാത്ത താരങ്ങളെ ഒന്ന് പരിചയപ്പെടാം. ആദ്യമായി നമുക്ക് ആർസണലിലേക്ക് പോവാം. ആർസണൽ താരങ്ങളായ ഡേവിഡ് ലൂയിസ്, പെപ്പെ എന്നീ താരങ്ങൾ അടുത്ത ഗെയിമിൽ കളിക്കാൻ സാധ്യത കുറവായിരിക്കും. ആർസണലിലേക്ക് പോവുകയാണെങ്കിൽ ബാർക്ലെ, ഡേവിസ് എന്നീ താരങ്ങൾ അടുത്ത ഗെയിമിൽ കളിക്കാൻ സാധ്യത കുറവായിരിക്കും. ബ്രൈറ്റനിലേക്ക് പോവുകയാണെങ്കിൽ ലലാന അടുത്ത ഗെയിമിൽ കളിക്കാൻ സാധ്യത കുറവായിരിക്കും. ചെൽസിയിലേക്ക് പോവുകയാണെങ്കിൽ CH, ഹുഡ്സൺ ഒഡോയ് എന്നീ താരങ്ങൾ അടുത്ത ഗെയിമിൽ കളിക്കാൻ സാധ്യതയില്ല. ക്രിസ്റ്റൽ പാലസിലേക്ക് പോവുകയാണെങ്കിൽ കെല്ലി അടുത്ത ഗെയിം വീക്കിൽ കളിക്കാനുള്ള സാധ്യത കുറവാണ്. എവർട്ടണിലേക്ക് പോവുകയാണെങ്കിൽ കോൾമാൻ, ഡീഞ്ഞെ, ഡെൽഫ് എന്നീ താരങ്ങൾ അടുത്ത ഗെയിം വീക്കിൽ കളിക്കാൻ സാധ്യത കുറവാണ്. നമ്മൾ ലീഡ്സ് യുണൈറ്റഡിലേക്ക് പോവുകയാണെങ്കിൽ കോച്ച്, ലോറൻഡെ എന്നീ താരങ്ങൾ അടുത്ത ഗെയിം വീക്കിൽ കളിക്കാൻ സാധ്യത കുറവാണ്. ലെയ്സ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ പെരേരെ, കസാഗനെ എന്നീ താരങ്ങൾ അടുത്ത ഗെയിം വീക്കിൽ കളിക്കാനുള്ള സാധ്യത കുറവായിരിക്കും. ലിവർപൂളിലേക്ക് പോവുകയാണെങ്കിൽ ഷാക്കിരി, മിൽനർ, അലിസൺ എന്നീ താരങ്ങൾ അടുത്ത ഗെയിമിലേക്ക് കളിക്കാൻ സാധ്യത കുറവാണ്. മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ ഗുണ്ടഗോൺ, ഗാർഷ്യ എന്നീ താരങ്ങൾ അടുത്ത ഗെയിമിലേക്ക് കളിക്കാനുള്ള സാധ്യത കുറവാണ്. ഇനി നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് പോവുകയാണെങ്കിൽ മാർഷൽ, കവാനി എന്നീ താരങ്ങൾ അടുത്ത ഗെയിമിലേക്ക് കളിക്കാനുള്ള സാധ്യത കുറവാണ്. ന്യൂകാസിൽ യുണൈറ്റഡിലേക്ക് പോവുകയാണെങ്കിൽ സെയിന്റ് മാക്സിമിൻ അടുത്ത ഗെയിമിലേക്ക് കളിക്കാനുള്ള സാധ്യത കുറവാണ്. ഷെഫീൽഡിലേക്ക് പോവുകയാണെങ്കിൽ മൗസറ്റ് അടുത്ത ഗെയിമിലേക്ക് കളിക്കാനുള്ള സാധ്യത കുറവാണ്. സതാംപ്ടൺ യുണൈറ്റഡിന് കാര്യമായ ഇഞ്ചറികൾ ഒന്നും തന്നെയില്ല.
സ്പേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ ലമേല, ഓരിയർ എന്നീ താരങ്ങൾ അടുത്ത ഗെയിം വീക്കിൽ കളിക്കാൻ സാധ്യത കുറവാണ്. വെസ്റ്റ് ബ്രോമിലേക്ക് പോവുകയാണെങ്കിൽ റോബ്സൺ, കാനു, പെരേര എന്നീ താരങ്ങൾ അടുത്ത ഗെയിം വീക്കിൽ കളിക്കാനുള്ള സാധ്യത കുറവാണ്. ഇനി നമ്മൾ വോൾസിലേക്ക് പോവുകയാണെങ്കിൽ ഹിമിനസ് ഇഞ്ചുറി ആയതുകൊണ്ട് അടുത്ത ഗെയിം വീക്കിൽ കളിക്കാനുള്ള സാധ്യത കുറവാണ്. അടുത്തത് നമുക്ക് ഗെയിം വീക്ക് 12ലേക്ക് പോകുമ്പോൾ ഏറ്റവും അധികം ട്രാൻസ്ഫർ ഇന്നും ട്രാൻസ്ഫർ ഔട്ടും നേടിയ താരങ്ങളെ പരിചയപ്പെടാം. അതിന് നമുക്ക് ട്രാൻസ്ഫർ ഇൻ നോക്കാം. ഗെയിം വീക്ക് 12ലേക്ക് പോകുമ്പോൾ ഏറ്റവും അധികം ട്രാൻസ്ഫർ ഇൻ നേടിയ താരം ഗ്രീലിഷ് ആണ്. കഴിഞ്ഞ ഗെയിം വീക്കിൽ ആസ്റ്റൺ വില്ലയ്ക്ക് മത്സരം ഉണ്ടായിരുന്നില്ല. എന്നാലും അതിന് മുൻപുള്ള ഗെയിം വീക്കുകളിൽ മികച്ച പെർഫോമൻസ് ആണ് ഗ്രീലിഷ് കാഴ്ചവെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് മാനേജേഴ്സ് അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തി. രണ്ടാമതായി സലയാണ്. സലയ്ക്ക് ഇനി അങ്ങോട്ടേക്ക് ഈസി ആയിട്ടുള്ള ഫിക്സേഴ്സ് ആണുള്ളത്. അതുപോലെ എല്ലാ ഗെയിം വീക്കിലും മികച്ച രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന താരമാണ് സല. അതുകൊണ്ട് തന്നെ ഒരുപാട് മാനേജേഴ്സ് സലയും ടീമിൽ ഉൾപ്പെടുത്തി. മൂന്നാമതായി ലീഡ്സ് യുണൈറ്റഡ് താരമായ ബംഫോർഡ് ആണ്. അദ്ദേഹവും മികച്ച രീതിയിൽ കളിച്ചു വരുന്ന താരമാണ്. ഒരുപാട് മാനേജേഴ്സ് അദ്ദേഹത്തെയും ട്രാൻസ്ഫർ ഇൻ ചെയ്തു. നാലാം സ്ഥാനത്തായി സാഹയാണ്. കഴിഞ്ഞ ഗെയിം വീക്കിലെ കിങ് ആയിരുന്നു സാഹ. അതുകൊണ്ട് തന്നെ ഒരുപാട് മാനേജേഴ്സ് സാഹയെയും ടീമിൽ ഉൾപ്പെടുത്തി. അഞ്ചാമതായി സദാംപ്ടൺ താരമായ വാട്ട്റോസ് ആണ്. അദ്ദേഹവും കഴിഞ്ഞ ഗെയിമുകളിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തു വരികയാണ്. അതുകൊണ്ട് തന്നെ വാട്ട്റോസിനെയും ഒരുപാട് മാനേജേഴ്സ് ടീമിൽ ഉൾപ്പെടുത്തി. നമുക്ക് ട്രാൻസ്ഫർ ഔട്ടിലേക്ക് പോകാം. ഗെയിം വീക്ക് 12ലേക്ക് പോകുമ്പോൾ ഏറ്റവും അധികം ട്രാൻസ്ഫർ ഔട്ട് നേരിടുന്ന താരം CH ആണ്. ഇഞ്ചുറി ആയതുകൊണ്ടാണ് മാനേജേഴ്സ് അദ്ദേഹത്തെ ടീമിൽ നിന്ന് പുറത്താക്കിയത്. രണ്ടാമതായി റോഡ്രിഗസ് ആണ്. മോശം പെർഫോമൻസ് കാരണം റോഡ്രിഗസിനെയും ഒരുപാട് മാനേജേഴ്സ് ട്രാൻസ്ഫർ ഔട്ട് ചെയ്തു. മൂന്നാമതായി ലിവർപൂൾ താരമായ ജോട്ടയാണ്. കഴിഞ്ഞ മത്സരത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു ജോട്ട ഇറങ്ങിയിരുന്നത്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഒരുപാട് മാനേജർ അദ്ദേഹത്തെയും ട്രാൻസ്ഫർ ഔട്ട് ചെയ്യുന്നത്. നാലാമതായി കാൽവേർട്ട് ലെവിൻ ആണ്. ഒരുപാട് മാനേജേഴ്സ് ചൂസ് ചെയ്ത താരമായിരുന്നു കാൽവേർട്ട് ലെവിൻ. കുറച്ച് മാനേജർ അദ്ദേഹത്തെ ട്രാൻസ്ഫർ ഔട്ട് ചെയ്യുകയുണ്ടായി. അടുത്തതായി ചെൽസി താരമായ വെർണർ ആണ്. വെർണറെയും കുറച്ച് മാനേജേഴ്സ് ട്രാൻസ്ഫർ ഔട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ ഗെയിം വീക്ക് 12ലേക്ക് കിടക്കുകയാണ്. തീർച്ചയായും ഞാൻ ഗെയിം വീക്ക് 11ന്റെ അനാലിസിസ് പാർട്ടും അതുപോലെ തന്നെ ഗെയിം വീക്ക് 12ലേക്ക് വേണ്ട കുറെ ടിപ്സും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. തീർച്ചയായും അത് നിങ്ങൾക്ക് വരും ഗെയിം വീക്കിൽ ഉപകരിക്കും എന്ന് ഞാൻ കരുതുന്നു. എന്തായാലും ട്രാൻസ്ഫേഴ്സ് നടത്താനുള്ളവർ എത്രയും പെട്ടെന്ന് ഡെഡ് ലൈന് മുന്നേ ട്രാൻസ്ഫേഴ്സ് നടത്തുക. വരുന്ന വെള്ളിയാഴ്ച രാത്രി 12 മണിക്ക് മുന്നേ തന്നെ ട്രാൻസ്ഫേഴ്സ് നടത്തുക. തീർച്ചയായും UCLലെ ഗ്രൂപ്പ് സ്റ്റേജ് മാച്ചസ് എല്ലാം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇനി വരുന്ന മിഡ് വീക്കുകളിലും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മാച്ചസ് ഉണ്ടാവും. തീർച്ചയായും അതുകൂടി FPL മാനേജേഴ്സ് ശ്രദ്ധിക്കുക. എന്തായാലും ഗെയിം വീക്ക് 12ലേക്ക് പോകുന്ന എല്ലാ മാനേജേഴ്സിനും ഓൾ ദി ബെസ്റ്റ്. നല്ല രീതിയിൽ പോയിന്റ് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയട്ടെ. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്തായാലും ഗെയിം വീക്ക് 12ന് ശേഷം ഗെയിം വീക്ക് 12ന്റെ അനാലിസിസ് പാർട്ടുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്. ആൻഡ് ഇറ്റ്സ് മീ ലിബിൻ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സ്പോർട്സ് അരീന. താങ്ക് യു.